ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്ലൈറ്റപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിങ്ങനെ ഇവിടെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം, എന്താണ് ഫ്ലൈറ്റപ്പ് എന്ന ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഫ്ലൈറ്റപ്പ് എന്നുള്ള ചാനൽ കൂടുതലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് RC പ്ലെയിനാണ്. അതായത് റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ചെറിയ വിമാനങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും പേർക്ക് ഇതിനോട് താല്പര്യമുണ്ടെന്നറിയാം. കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ പേർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. പക്ഷേ അവരാരും മുന്നോട്ട് വരുന്നില്ല. അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 പ്ലെയിൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഡെയിലി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് പറത്താനായിട്ട് പറ്റിയിട്ടില്ല. ഉടനെ തന്നെ ഞാനത് പറത്തുകയും അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പിന്നീട് വേറൊരു പ്ലെയിനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു എൻജിൻ വെച്ചാണ്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് പൂർത്തിയാവും. അപ്പോഴത്തേക്കും ആ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ കൂടുതലും പേര് മുന്നോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. മുന്നോട്ട് കടന്നു വരണം. കാരണം ഇഷ്ടംപോലെ പേർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് അവർ കൂടുതലും മുന്നോട്ട് കടന്നു വരാത്തത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഒരു 10-60ഓളം പ്ലെയിൻ ഞാൻ ഉണ്ടാക്കി പറത്തി. അതൊന്നും പറന്നിട്ടില്ല. അവസാനം ഓരോരോ ഘട്ടമായിട്ടാണ് ഞാനും വിജയിച്ച് വന്നത്. പക്ഷേ അത് എൻ്റെ 60 പ്ലെയിനോളം തകർന്നു പോയി. അത് പറന്നില്ല, നേരെ പൊങ്ങും നിലത്തുവീഴും പൊളിയും. ഇത് തന്നെയായിരുന്നു ഒരിടക്കത്തെ എൻ്റെ മെയിൻ പരിപാടി. ഞാൻ പക്ഷേ അപ്പോഴൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. പക്ഷേ അന്ന് ആ പ്ലെയിൻ പറക്കാതെ വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനൊരു ചാനൽ തുടങ്ങത്തില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കി പറത്തുന്ന ടെക്നിക്കലോ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജികളൊന്നും പാടില്ലാതെ വരുമായിരുന്നു. ഇനിയിപ്പം കൂടുതലും നമ്മുടെ ടെക്നോളജികളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആളുകളൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് എയർവേ മാർഗ്ഗമായിരിക്കും. ഇപ്പം തന്നെ പല രാജ്യങ്ങളിലും ഡ്രോൺ സർവീസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡെലിവറിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഡ്രോൺ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇതേപോലെ ഇതിനോട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഐഡിയാസ് കാണും. അപ്പം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല. നാളത്തെ ഒരു കാലത്ത് അവരായിരിക്കും ഇനിയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പോണത്. ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വാട്സാപ്പിൽ കോൾ ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അതിനുവേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ഒരു ചാനൽ ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത്, ഇതേപോലുള്ള താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം. കാരണം അങ്ങനെയുള്ളവരൊക്കെ മുന്നോട്ട് വരണം കൂടുതലും. കാരണം എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കി കുറേ വീഡിയോസൊക്കെ നോക്കി പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ഡ്രോ ചെയ്തിരിക്കുന്ന പ്ലെയിൻ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇപ്പം പ്ലെയിൻ്റെ A to Z കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്ലെയിൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ആ അറിവുകളൊക്കെ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും മുന്നോട്ട് വരണം. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വാട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സേജോ ഏത് രീതി വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണണം. അപ്പം ഇനി അടുത്ത കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് പുതിയ. ആ വീഡിയോസ് വരുന്നവരെ ബൈ.